ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ സൈഡിൽ ഇത് ഈ കാണുന്ന സാധനം മാർഷലിൻ്റെ സ്പീക്കറാണ്, വോബേൺ 3. ആൻഡ് ഈ സാധനത്തിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ഞാൻ അന്ന് മേടിച്ച സമയത്ത് റോളക്സിൻ്റെ ബ്രാൻഡും ഈ മാർഷൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു വാല്യൂവും അല്ലെങ്കിൽ സൗണ്ട് എന്താണെന്നോ, സൗണ്ട് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ രീതിയിൽ എന്തൊക്കെയാണെന്നോ, ഏതൊക്കെ പാട്ടുകൾ ഇതിൽ കൊള്ളാമെന്നോ, അല്ലെങ്കിൽ എഡിറ്റിങ്ങിന് ഇപ്പം നമ്മളൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരാണ്, നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്നോ ഒന്നും ഞാൻ നോക്കിയത് പോലുമില്ല. വിലയുണ്ട്, വലുതാണ്, നല്ല ഹൈ ക്വാളിറ്റി പാട്ട് കേൾക്കാം. ഇതായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. പക്ഷേ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇതിലോട്ട് ഫോക്കസ് ചെയ്ത് നമ്മളൊരു സാധനത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തും ആവാം. അതിപ്പോൾ ടെക് ആവാം, അതിപ്പോൾ മ്യൂസിക് ആവാം, ഓഡിയോ ആവാം, നമുക്ക് TWS ആവാം, എന്തും നമ്മളതിന് പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ യൂസ് ചെയ്ത് കേട്ട് നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് മനസ്സിലായി ഈ സാധനം ഒരു വേസ്റ്റ് ഓഫ് മണിയാണ്. സ്ട്രിക്ട്ലി എൻ്റെ കാഴ്ചപ്പാടാണ് ഗൈസ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല. ഇവിടെ ചെറിയൊരു ചേഞ്ച് വരാൻ പോവുകയാണ്. ഞാൻ ഈ സാധനം മാറ്റിയിട്ട് ഒരു 4.5 സബ് വൂഫർ വരുന്ന ഒരു 1 ഇഞ്ച് ട്വീറ്റർ വരുന്ന ഒരു സ്റ്റുഡിയോ മോണിറ്റർ, സ്റ്റുഡിയോ സ്പീക്കേഴ്സ് മേടിക്കാൻ പോയി. അപ്പോൾ ഇതാണ് സാധനം. ഇത് ഓഡിയോ ഇൻ്റർഫേസ് എന്ന് പറയും. ഈ സാധനം ഉണ്ടെങ്കിലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ഇതിലൊരു മൈക്ക് കണക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ പോഡ്കാസ്റ്റൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ XLR വെച്ചിട്ട് ഒരു മൈക്കൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് വിത്ത് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാം. അതേപോലെ ഇതുപോലത്തെ സ്റ്റുഡിയോ മോണിറ്റേഴ്സ് കണക്ട് ചെയ്യാം. ആൻഡ് മോർ ഓവർ ഇതിൻ്റെ അകത്ത് ഒരു നല്ലൊരു കൺവേർട്ടറുണ്ട്. ഇൻ്റർഫേസിൻ്റെ അകത്തൊരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ലൊരു കൺവേർട്ടർ. അതായത് നമ്മൾ ഈ സാധനം ഒരു ഹെഡ്ഫോൺസ് ജാക്ക് വഴി നമ്മളതാണ്ട് ഈ PC കൊടുത്തിട്ട് ഇതിൻ്റെ സൗണ്ട് കാർഡിൽ നിന്ന് കിട്ടണ പവറിൽ കേൾക്കണേനേയും കാട്ടിലും എണ്ണം ചെയ്തോളും ബാക്കി പരിപാടിയൊക്കെ. സ്പീക്കറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ്ഡ് വയർ യൂസ് ചെയ്യുക. ബാലൻസ്ഡും അൺബാലൻസ്ഡും വയറുണ്ട്. അൺബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ഇൻ്റർഫിയറൻസ് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ അൺബാലൻസ്ഡ് വയർ യൂസ് ചെയ്യണമെങ്കിൽ വയറിൻ്റെ ലെങ്ത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. Type C കേബിൾ വെച്ച് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാട്ടിൻ്റെ കാര്യം അണ്ണൻ നോക്കിക്കോളും. അണ്ണൻ പറയും, കമ്പ്യൂട്ടറെ ഒന്നും നോക്കണ്ട, ഓഡിയോയുടെ കാര്യം ഞാനുണ്ട് മക്കളെ, ഞാൻ നോക്കിക്കോളാം. ഇത് ബൂം എന്ന് പറയുന്ന അപ്പോജി എന്ന് പറഞ്ഞാൽ നല്ല വലിയ ബ്രാൻഡാണ് കേട്ടോ, വലിയ സെറ്റ് ബ്രാൻഡാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പോജിയുടെ ഈ സാധനം എടുക്കാം, ഇത് 17,000 രൂപയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റോഡിൻ്റെ തന്നെ ഓഡിയോ ഇൻ്റർഫേസ് കിട്ടും. അതേപോലെ തന്നെ സഫയർ 2i2 അങ്ങനെ എന്തോ ഒരു ബ്രാൻഡുണ്ട്, അത് നൈസാണ്. ഇതൊരു കിഡിലൻ സാധനമാണ്, കിഡിലൻ ബ്രാൻഡാണ്. ഇതിൻ്റെ കുറച്ച് വലിയ ഓഡിയോ ഇൻ്റർഫേസിനൊക്കെ 55,000-60,000 രൂപയൊക്കെയാണ്. ഇതാണ് അവരുടെ ഏറ്റവും ബഡ്ജറ്റ് സാധനമാണ്. സോ ദിസ് ഇസ് ആക്ച്വലി എ ഗുഡ് തിങ്. അതായത് സ്റ്റുഡിയോ മോണിറ്റേഴ്സ് വെച്ചിട്ടാണ് അവർ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനലൊക്കെ എന്തൊക്കെ മ്യൂസിക് പോകും അതിൻ്റെ ഒരു ഇത്, അതായത് ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഈ സാധനം വെച്ചിട്ടാണ്. അപ്പം ഇതിൽ നിന്ന് പാട്ട് കേൾക്കുന്നത് പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെയാണ്. ഇപ്പോൾ നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ 5.1 7.1 മേടിച്ച് വെക്കാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ തിയേറ്റർ, ചെറിയൊരു ഹോം തിയേറ്റർ സെറ്റപ്പിൽ ഈ സൗണ്ട് മിക്സ് ചെയ്യുന്നവർ ഈ പറയുന്ന 5.1 ഈ പറയുന്ന സാധനം മിക്സ് ചെയ്യുന്നത്. അതാണ് സിനിമ കാണുമ്പോൾ നമ്മൾ 5.1 7.1 ചാനലുള്ള ആ ഒരു സ്റ്റീരിയോ സ്പീക്കർ വെച്ചിട്ട് ഹൈഫൈ സിസ്റ്റം വെച്ചിട്ട് കേൾക്കാൻ പറയുന്നത്. പക്ഷേ നമുക്കിവിടെ പാട്ട് കേൾക്കാനും എഡിറ്റ് ചെയ്യുന്നൊരു സമയത്ത് ദിസ് ഈസ് ഗുഡ്. ആൻഡ് കുറച്ചും കൂടെ ക്ലാരിറ്റി ജിൽ എന്നിരിക്കും പാട്ടൊക്കെ കേൾക്കാൻ അടിപൊളിയാണ്. ഓഡിയോ ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് XLRൻ്റെ കേബിൾ വെച്ചിട്ടൊരു മൈക്ക് കൊടുക്കാം. ഇത് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും. ഇവിടെ നമുക്കൊരു ഓഡിയോ ഒരു ജാക്കിൻ്റെ ഇതാണ്, പവറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഹെഡ്ഫോൺസ് ജാക്ക് കൊടുക്കാം. Type C വെച്ചിട്ടാണ് ഇത് പവർ ചെയ്യാനുള്ളത്, അതിലോട്ട് കണക്ട് ചെയ്യാനുള്ള Type C. ഇത് ലെഫ്റ്റും റൈറ്റിൻ്റെ സ്പീക്കർ കണക്ട് ചെയ്യേണ്ട സാധനം. ഇതിൻ്റെ വയർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ യമഹയുടെ സ്പീക്കർ, HS4 എന്നാണ് പറയുന്നത്. 4.5 ഇഞ്ചിൻ്റെ ഇതാണ് വരുന്നത്, വൂഫറും 1 ഇഞ്ചിൻ്റെ ട്വിറ്ററുമാണ് വരുന്നത്. വൈറ്റ് കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബൈ ദ വേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വയർ വരും, ബ്ലാക്കും റെഡിൻ്റെയും. ഈ സാധനം വെച്ചിട്ട് വേണം ഒരു സ്പീക്കർ, 2 സ്പീക്കറും കൂടെ കണക്ട് ചെയ്യാനുള്ള വയറാണിത്. ആൻഡ് നിങ്ങൾക്ക് അവർ തരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിയോ ഔട്ടിൻ്റെ ഒരു 3.5 mm ജാക്കിൻ്റെ, നമുക്ക് മറ്റേ ലാപ്ടോപ്പിലോ ഈ കമ്പ്യൂട്ടറിലോ ഒക്കെ 3.5 mm ജാക്ക് വെച്ചിട്ട് കണക്ട് ചെയ്യാവുന്ന ഈ ഒരു വയറാണ് തരുന്നത്. യൂസ് ചെയ്യരുത്. നമ്മൾ ഇത് വെച്ചാണ്, ഈ സാധനം വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. മെയിൽ ടു മെയിൽ TRS കേബിൾ,
ബാലൻസ്ഡ് കേബിളാണിത്. ബാലൻസ്ഡ് ആകുമ്പം 2 റിങ് വരും കേട്ടോ. ഇവിടെ 2 റിങ് വരും ബാലൻസിൽ. അൺബാലൻസ്ഡിൽ ഒറ്റ റിങ്ങേ കാണത്തുള്ളൂ. ഇതാണ് ഒരു സ്പീക്കർ. നല്ല വെള്ള കളറാണ്. നമുക്ക് തണ്ട മറ്റേ പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കിടന്ന് മൂവ് ചെയ്യണമൊക്കെ കാണാൻ പറ്റും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്കൊരു സാധനം വെച്ച് ഇതിനെ മറയ്ക്കാം, പക്ഷേ ഞാൻ അത് മറയ്ക്കൂല. ഇതിൽ നിന്നും കൂടിയ മോണിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ KRK റോക്കറ്റ് G5 എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. പിന്നെ നമ്മുടെ പ്രീസോണോസ് എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്. പിന്നെ കാലി ഓഡിയോ, പിന്നെ ആഡം ഓഡിയോ, അങ്ങനെയൊക്കെ കുറേ കിട്ടുന്ന സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ വിലയും കൂടുതലാണ്. 50,000 60,000 ആ റേഞ്ച് വരും. പക്ഷേ ഇതിൻ്റെ ഒരു ആവശ്യം നമ്മുടെ ഈ ഒരു ചെറിയ റൂമിനുള്ളൂ. ഇതാണ് മെയിൻ സ്പീക്കർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ദാണ്ടെ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബാലൻസിൻ്റെ ഇത് കൊടുക്കാൻ പോകുന്നത്. ഇത് XLR കേബിളുമാണ്. ആൻഡ് നമുക്ക് ഇവിടെ ഹൈ ട്രിമും റൂം കൺട്രോളും ഉണ്ട് കേട്ടോ. -2 dB -4 dB നമ്മുടെ റൂമിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റും. ഇതിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ മറ്റേ വയറില്ലേ നമുക്ക് കിട്ടിയ ആ വയർ വെച്ചിട്ട് തൻ്റെ റെഡിലും വെള്ളയിലും കണക്ട് ചെയ്തിട്ട് ഓഡിയോ ജാക്ക് വഴി കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ഇതിലോട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഓണും ഓഫ്. പവർ നമുക്ക് മറ്റേ ഇളക്കാൻ പറ്റുന്നതല്ല. ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇത് ലെഫ്റ്റ് സ്പീക്കറാണ്, മറ്റേ റൈറ്റ് സ്പീക്കറാണ്. സോ എന്നാലും ഞാൻ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് കണക്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. തൻ്റെ ഈ വയർ വെച്ചിട്ട് തൻ്റെ ഇവിടെ കണക്ട് ചെയ്യുക. പവർ ഓൺ ആയിട്ടുണ്ട്. ലെഫ്റ്റിൽ വെക്കേണ്ടത് ലെഫ്റ്റിൽ തന്നെ വെക്കുക, റൈറ്റ് വെക്കേണ്ടത് റൈറ്റിൽ തന്നെ വെക്കുക, ഇല്ലെങ്കിൽ മാറും. ഇത് വെച്ച് അതും ഇതും കണക്ട് ചെയ്യുക. ബ്ലാക്ക് നെഗറ്റീവ്, റെഡ് പോസിറ്റീവ്. ലെഫ്റ്റിന് സാധനത്തിൽ ലെഫ്റ്റ് നിന്ന് എല്ലെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ബാക്കിലത്തെ സ്വിച്ച് ഓൺ ചെയ്യുക. അവിടെ ലൈറ്റ് കത്തിയണ്ട. ജയ് കറണ്ട്. എന്തൊരു ഐശ്വര്യല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ സ്പീക്കർ നമ്മുടെ അപ്പോജി ബൂമിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോജി ബൂം കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അപ്പോജിയുടെ കൺട്രോൾ 2 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അത് ഡ്രൈവറാണ്, സോഫ്റ്റ്വെയർ വിത്ത് ഡ്രൈവർ. അതിൻ്റെ അകത്താണ് DSPയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത്. ആ സാധനം ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ഇത് നമ്മുടെ വിൻഡോസിലോട്ട് കണക്റ്റ് ആകത്തുള്ളൂ. വിൻഡോസിലോട്ട് കണക്റ്റ് ആകുമ്പം നമുക്ക് തന്നെ ഇവിടെ സ്പീക്കറിൽ അപ്പോജി ബൂം എന്ന് പറഞ്ഞ് ഇവിടെ വരും. നമുക്ക് കാണാൻ പറ്റുന്നില്ല, എന്തായാലും വരും. അപ്പം അങ്ങനെ നമ്മളെല്ലാം സെറ്റായിരിക്കുകയാണ്. ഇനി ഒന്നുമില്ല, പ്ലേ ചെയ്യാം. പേടിച്ചിട്ട് ഇടാതിരുന്നാണോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അയച്ചേരണേ. ലെനോവിൻ്റെ എൻ്റെ ഇതിലും AC-യുടെ സൗണ്ട് നല്ലപോലെ അത്യാവശ്യം കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് കുറയ്ക്കണമെങ്കിൽ നമുക്ക് അതാണ് പറയുന്നത്, നമുക്ക് ഓഡിയോ എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എഫക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ നിന്ന നിപ്പിൽ ഈ മൈക്ക് മോണോയോ സ്റ്റീരിയോയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ചാനലിൽ മാത്രം കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ മൈക്ക് റോങ് ആയിട്ടാണ് വെച്ചത്. അങ്ങനെയൊക്കെ പല കാര്യം. പിന്നെ പാട്ട് കേൾക്കാനും കിഡിലുമാണ്. പാട്ട് കേൾക്കാൻ വേറെ ലെവലാണ്. നോ കോപ്പി റൈറ്റ്. ലിറ്ററലി ആ മ്യൂസിക് ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചത്, ലെഫ്റ്റ് ചാനലിൽ എന്ത് റൈറ്റ് ചാനലിൽ എന്ത് എന്നൊക്കെ ഉള്ള സകല ഡീറ്റെയിൽസും നിങ്ങൾക്ക് കണ്ട ഒരു സ്റ്റുഡിയോ മോണിറ്ററിൻ്റെ സ്പീക്കർ വെച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഗുഡ് ഫോർ ഓഡിയോ ഫയൽസ്, ഓഡിയോ മ്യൂസിക് ഡയറക്ടേഴ്സ്, സൗണ്ട് എഞ്ചിനീയേഴ്സ് തുടങ്ങിയ ആൾക്കാർക്കൊക്കെയാണ് ഈ സാധനം യൂസ്ഫുൾ. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിഡിലുമായിട്ട് നിങ്ങളൊരു PC ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ച് വെച്ചാൽ പൊളിയാണ്. അതുപോലെ തന്നെ ഗെയിമിങ്ങിനും കിഡിലുമാണ്. സോ എല്ലാം കൂടെ 38,000 രൂപയായി എനിക്ക്. സ്പീക്കറിന് 20,000, ഇതിന് 17,000, വയറെല്ലാം കൂടെ ചേർത്തൊരു 38,000 രൂപയായി. സംഗീത് മഹൽ എന്ന് പറയുന്നത് കൊച്ചിയിലുള്ളൊരു കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. സോ അപ്പോൾ ഇനി തൊട്ട് മാർഷലിന് വിട. ദിസ് ഈസ് മൈ ന്യൂ സ്പീക്കർ വെൻ ഐ കം ഹോം. മറ്റവിടെ ഇരിക്കുന്നത് എഡിഫയറിൻ്റെ QR65 എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ദുബൈയിൽ. അത് മറ്റേ 3.5 ഇഞ്ചിൻ്റെ ഇത് വരുന്ന ഡയഫ്രം ഫാനുമാണ്. ഇത് ബേസ് റിഫ്ലക്സ് ഉണ്ട്, അത്യാവശ്യം ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് നല്ല ഇടി വേണമെങ്കിൽ ഒരു സബ് ബൂഫർ എടുത്തിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡുമ്മെന്നിരിക്കും. അപ്പോൾ എന്തിനാണെങ്കിലും ഐ ഓൾവേസ് വാണ്ടഡ് ദിസ്. ആൻഡ് ഇനിയും ഇതിൻ്റെയൊക്കെ അപ്പുറം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. KEF എന്ന് പറഞ്ഞ ഒരു സ്പീക്കറുണ്ട്, കെഫ്. പിന്നെ അങ്ങനെ ടെക്നിക്സ്, അതൊക്കെ വേറെ ലെവലാണ്, വേറെ ലെവൽ.
അതൊക്കെ റേഞ്ച് വേറെയാണ്, ലക്ഷക്കണക്കിന് വിലയൊക്കെ വരും. പക്ഷേ 20,000 രൂപയ്ക്ക് ഈ സാധനം ഇങ്ങനത്തെ ഒരു ചെറിയ റൂമിന് സൂപ്പറാണ്. സോ നിങ്ങൾ ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ താഴെ വന്ന് പറയുക. ഞാൻ ഒരിക്കലും മാർഷലിലും മറ്റേലൊക്കെ പൈസ വേസ്റ്റ് ചെയ്യാൻ പറയത്തില്ല. ഇതുപോലെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പാട്ടും സിനിമയും ഗെയിമും ഒക്കെ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പോണു. ബൈ.